സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എ സി വോൾട്ടേജ് കൺട്രോളറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ഓപ്പറേഷൻ, വർക്കിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആ പോർഷൻ്റെ ബാക്കിയായിട്ടാണ് ഇതുള്ളത്. എക്സ്പ്രഷൻ ഫോർ RMS ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വരിക, എങ്ങനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക, അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻസൊക്കെ വേവ് ഫോം ഒക്കെ പറഞ്ഞതാണ് അല്ലേ? ഇതാണ് അതിൻ്റെ വേവ് ഫോം. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വേവ് ഫോം. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുക. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്താൽ ഇത് എവിടെ നിന്നോട്ട് എവിടം വരെ കണ്ടക്ട് ചെയ്യുന്നു? ആൽഫയിൽ നിന്ന് പൈ വരെ കണ്ടക്ട് ചെയ്യും അല്ലേ? ആൽഫ മുതൽ പൈ വരെ കണ്ടക്ട് ചെയ്താൽ മതി. അപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിൻ്റെ സിമിലർ തന്നെയാണല്ലോ അല്ലേ? സിമിലർ തന്നെയാണ്. എവിടെ നിന്ന് എവിടം വരെ കണ്ടക്ട് ചെയ്യുന്നു? പൈ പ്ലസ് ആൽഫയിൽ നിന്ന് 2π വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ആൽഫയിൽ നിന്ന് പൈ വരെ കണ്ടക്ട് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് പൈ പ്ലസ് ആൽഫയിൽ നിന്ന് 2π വരെയാണ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക. RMS വാല്യൂ, RMS ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. VRMS ഈസ് ഈക്വൽ ടു VRMS ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മീൻസ് ഓൾ റൂട്ട് ഓഫ് ആണ്, എല്ലാത്തിനും റൂട്ട് ഉണ്ട്. ഓൾ റൂട്ട് ഓഫ് 1/π ഒരു ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുക പൈ വരെ. അതുകൊണ്ടാണ് 1/π കൊടുക്കുന്നത്. 1/π ആൽഫ ടു പൈ, അതായത് ഒരു ഹാഫ് സൈക്കിളിൽ എവിടെ നിന്നോട്ട് എവിടം വരെ കണ്ടക്ട് ചെയ്യുന്നു? ഒരു ഹാഫ് സൈക്കിളിൽ എവിടെ നിന്നോട്ട് എവിടം വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ആൽഫ മുതൽ പൈ വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? 1/π ആൽഫ ടു പൈ. എത്രയാണ് വോൾട്ടേജ് വരുന്നത്? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സർക്യൂട്ട് ഡയഗ്രാം പറയുമ്പം പറഞ്ഞിട്ടുണ്ട്, VM sin ഒമേഗ ടി അല്ലേ? VM sin ഒമേഗ ടി. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. VM sin ഒമേഗ ടി ഹോൾ സ്ക്വയർ dωt. അപ്പം RMS ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ VRMS ഈസ് ഈക്വൽ ടു 1/π റൂട്ട് ഓഫ് 1/π ആൽഫ ടു പൈ VM sin ഒമേഗ ടി ഹോൾ സ്ക്വയർ dωt. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ടേം കിട്ടുന്നത്. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. VMനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ റൂട്ട് ഓഫ് VM ഡിവൈഡഡ് ബൈ പൈ ആൽഫ ടു പൈ, പിന്നെ എന്ത് ചെയ്തു? സ്ക്വയർ കോമൺ ആയിട്ടുള്ളത് മാറ്റി എഴുതി. VM സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി dωt. ഇത്രയും മനസ്സിലായില്ലേ? അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ VMനെ പുറത്തേക്ക് എഴുതി. റൂട്ട് ഓഫ് VM സ്ക്വയർ ബൈ പൈ ആൽഫ ടു പൈ സൈൻ സ്ക്വയർ ഒമേഗ ടി dωt. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ തീറ്റ, നിങ്ങൾക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 മൈനസ് കോസ് 2θ/2 ആണ്. സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 മൈനസ് കോസ് 2θ/2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഒന്നുമില്ല, VM സ്ക്വയർ ഡിവൈഡ് ബൈ സിമ്പിളാണ്, റീഅറേഞ്ച് ചെയ്യുന്നു. 2നെ ഇവിടെയുള്ള 2നെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എഴുതുന്നു. VM സ്ക്വയർ ഡിവൈഡ് ബൈ 2π ആൽഫ ടു പൈ 1 മൈനസ്, ബാക്കി ടേം അതുപോലെ തന്നെ എഴുതുന്നു, 1 മൈനസ് കോസ് 2ωt dωt. ഓക്കെ, റൂട്ട് ഓഫ് അത് തന്നെയുണ്ട്, റൂട്ട് അങ്ങനെ തന്നെയുണ്ട്, ഫുൾ റൂട്ടാണ്. VM സ്ക്വയർ ഡിവൈഡ് ബൈ 2π ആൽഫ ടു പൈ, പിന്നെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ബാക്കി എഴുതുക. ഒമേഗ ടി 1ൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഒമേഗ ടി വിത്ത് റെസ്പെക്ട് ടു dωt ആയതുകൊണ്ട് ഒമേഗ ടി. കോസ് 2ωt ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? സൈൻ 2ωt ഡിവൈഡഡ് ബൈ 2 കിട്ടും.
ഓക്കെ അല്ലേ? പിന്നെ എന്ത് ചെയ്യുക? Vm²/2π ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് എക്സ്പ്രഷൻ ഫോർ RMS ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ VRMS ആണ്. VRMS ഈസ് ഈക്വൽ ടു Vm ഇൻറ്റു √1/2π π മൈനസ് ആൽഫ പ്ലസ് 2α/2. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള RMS ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ്? സിമ്പിൾ അല്ലേ? ഡെറിവേഷൻ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് നോക്കി വെച്ചാൽ മതി. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എക്സ്പ്രഷൻ ഫോർ RMS ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ല, പവർ ഫാക്ടറാണ് കേട്ടോ. പവർ ഫാക്ടറാണ്, പവർ ഫാക്ടർ. ഇപ്പം എന്താണ് പവർ ഫാക്ടർ? എന്താണ് പവർ ഫാക്ടർ? പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഉണ്ട് P/S. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു P/S. P ഈസ് ഈക്വൽ ടു P/V ഇൻറ്റു I. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു പവർ P/V ഇൻറ്റു I. ഓക്കെ. അപ്പം P/VS ഇത് സോഴ്സ് വോൾട്ടേജ് ഇൻറ്റു സോഴ്സ് കറൻറ്റാണ്. സോഴ്സ് വോൾട്ടേജ് ഇൻറ്റു സോഴ്സ് കറൻറ്റാണ്. അപ്പം അതിൻ്റെ RMS വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇതെല്ലാത്തിൻ്റെയും RMS വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പം പവറിൻ്റെ ഇക്വേഷൻ, പവർ ഫാക്ടർ നിങ്ങൾക്ക് അറിയാമല്ലോ, ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ റിയാക്റ്റീവ് പവർ. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ റിയാക്റ്റീവ് പവർ ആണ്. രണ്ട് പവറിൻ്റെ റേഷ്യോ ആണ് എന്തെന്നത്? പവർ ഫാക്ടർ. ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ റിയാക്റ്റീവ് പവർ. ഓക്കെ. അപ്പം ഈ പവർ എന്തായിരിക്കും? ഈ പവറിൻ്റെ ഇക്വേഷനാണ് V²/R. ഇപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ R. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ RMS വാല്യൂ കേട്ടോ. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ RMS വാല്യൂ ആണ് എടുക്കേണ്ടത്. ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ R ഡിവൈഡഡ് ബൈ എന്ത് വരും? VS ഇൻറ്റു IS. സോഴ്സ് വോൾട്ടേജ് ഇൻറ്റു സോഴ്സ് കറൻറ്റ്. അപ്പോൾ സോഴ്സ് വോൾട്ടേജിൻ്റെയും സോഴ്സ് കറൻറ്റിൻ്റെയും RMS വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. സോഴ്സ് വോൾട്ടേജ് അങ്ങനെ തന്നെ എഴുതി, സോഴ്സ് കറൻറ്റിനെ എന്ത് ചെയ്യുന്നു? ഒന്ന് മാറ്റി എഴുതുന്നു. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ RMS വാല്യൂ ഡിവൈഡഡ് ബൈ R ചെയ്താൽ എന്ത് കിട്ടും? സോഴ്സ് കറൻറ്റ് കിട്ടും. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. എന്താണിത്? പവർ ഫാക്ടർ എന്താണ്? V0 RMS, ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ RMS വാല്യൂ ഡിവൈഡഡ് ബൈ സോഴ്സ് വോൾട്ടേജ് ഇൻ RMS വാല്യൂ. അതാണ് പവർ ഫാക്ടർ. ഓക്കെ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ RMS വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ RMS വാല്യൂ. അതെന്ത് ചെയ്യുന്നു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ സോഴ്സ് വോൾട്ടേജ് RMS വാല്യൂ. അപ്പോൾ RMS വാല്യൂ മാക്സിമം വാല്യൂ നിങ്ങൾക്കറിയാലോ, റിലേറ്റഡ് ആണ്. RMS വാല്യൂ ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആണ് അല്ലേ. RMS വാല്യൂ ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2. അപ്പോൾ ഇവിടെ VMൻ്റെ ടേമിലായതുകൊണ്ട് ഇതിനെയും VMൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതി. ഓക്കെ. അപ്പം VMഉം ഈ VMഉം ക്യാൻസലായി, √2 ക്യാൻസലായി. ബാക്കി എന്ത് വരുന്നു? ഈ ഒരു ടേം വരും. ഈ ഒരു ടേമാണ് ബാക്കി വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പവർ ഫാക്ടർ. അപ്പോൾ പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്തായി? റൂട്ട് ഓഫ് 1 മൈനസ് α/π പ്ലസ് സൈൻ 2α ഡിവൈഡഡ് ബൈ 2π. ഓക്കെ. ഇതാണ് പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് α/π പ്ലസ് സൈൻ 2α ഡിവൈഡഡ് ബൈ 2π. ഇതാണ് പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ എന്താണ് AC വോൾട്ടേജ് കൺട്രോളർ, എന്താണ് AC വോൾട്ടേജ് കൺട്രോളർ എന്ന് ഫസ്റ്റ് പഠിക്കുക. AC വോൾട്ടേജിനെ AC ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. ഇൻപുട്ടിൽ AC കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലും AC തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ
വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? അതിൻ്റെ ഫയറിംഗ് ആംഗിൾ, അതായത് ഇൻസ്റ്റൻറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഇൻസ്റ്റൻറ്റ് കൺട്രോൾ ചെയ്താൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതെന്താണ്? ഒരു ഫുൾ വേവ്, പോസിറ്റീവ് ഹൗസ് സൈക്കിളും നെഗറ്റീവ് ഹൗസ് സൈക്കിളും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഫുൾ വേവ് AC വോൾട്ടേജ് കൺട്രോളർ എന്ന് പറയുന്നത്. ഇപ്പോൾ വിത്ത് 6 ലോഡാണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിത്ത് 6 ലോഡാണ്. 6 ലോഡിൻ്റെ കേസ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ 6 ലോഡിൻ്റെ കേസിൽ വോൾട്ടേജിൻ്റെ വേവ് ഫോമും കറൻറ്റിൻ്റെ വേവ് ഫോമും എന്തായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും. ഒരേ ഫേസ് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ RMS വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. അത് ശ്രദ്ധിക്കുക, പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം, ഡെറിവേഷൻ പഠിക്കണം. പിന്നെ എന്ത് ചെയ്തു? ഇതിൻ്റെ പവർ ഫാക്ടറിൻ്റെ ഇക്വേഷനും പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് AC ഫുൾ വേവ് AC വോൾട്ടേജ് കൺട്രോളർ വിത്ത് 6 ലോഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി AC വോൾട്ടേജ് കൺട്രോളർ വിത്ത് 6 ലോഡാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.